നമസ്കാരം. ഹിപ്നോസിസ് ലെവൽ 2 ട്രെയിനിങ്ങിനെ കുറിച്ച് ചിലത് പറയാൻ വേണ്ടിയിട്ടാണ്. ഹിപ്നോസിസിനെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഈ ലെവൽ 2 എന്ന് പറയുന്ന ഈ 3 ദിവസത്തെ ട്രെയിനിങ് വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം നമ്മൾ ബേസിക് ട്രെയിനിങ്ങിൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് ഹിപ്നോട്ടിസം എന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ തിയററ്റിക്കൽ, സയൻറ്റിഫിക്സ്, പ്രാക്ടിക്കൽ സൈഡുകൾ, ഒരു വ്യക്തി എങ്ങനെയാണ് ഹിപ്നോസിസിനെ വിധേയമാക്കുന്നത് എന്നുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലെവൽ 1 വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ ലെവൽ 2 എന്ന് പറയുന്നത് ഹിപ്നോസിസിനെ വിധേയമാക്കിയ ഒരു വ്യക്തിയെ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഹിപ്നോസിസിന് വിധേയമാക്കിയ വ്യക്തിയെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളത്. അതായത് കാറ്റലപ്റ്റിക്, സോമനാമ്പിളിസ്റ്റിക് സ്റ്റേറ്റുകളിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോട് എങ്ങനെയാണ് നമ്മൾ ആശയവിനിമയം തുടങ്ങി വെക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ആഴത്തിൽ നമ്മളവിടെ പഠിക്കുമെന്ന് മാത്രമല്ല പ്രാക്ടിക്കലി നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യും. ധാരാളം വ്യക്തികളിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ ഹിപ്നോസിസിനെ തെറാപ്പി സൈഡിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, വ്യക്തികൾക്ക് ഉണ്ടായിരിക്കുന്ന മാനസികമായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള, അല്ലെങ്കിൽ മാനസികവും വൈകാരികവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ, ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത്, അതിൻ്റെ കാരണങ്ങളെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ആഴത്തിൽ തന്നെ നമ്മളവിടെ മനസ്സിലാക്കും, പ്രാക്ടീസ് ചെയ്യും. അതുപോലെ പ്രേതബാധ എന്നുള്ള ഒരു വിഷയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വശങ്ങൾ നമ്മളവിടെ മനസ്സിലാക്കും. അതിൻ്റെ തിയററ്റിക്കൽ സൈഡ്, അതുപോലെ തന്നെ സയൻറ്റിഫിക് സൈഡ്, സൈക്കോളജിക്കൽ സൈഡ്, സ്പിരിച്വൽ സൈഡ്, പ്രാക്ടിക്കൽ സൈഡ്, ഇതെല്ലാം വളരെ വളരെ ആഴത്തിൽ തന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കും. ഒരു പക്ഷേ ഇന്നോളം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മളവിടെ മനസ്സിലാക്കും. ഇനി അതുപോലെ മറ്റൊന്ന് ബ്ലൂ പ്രിൻറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണലി നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും, മെജോറിറ്റി ഉണ്ടാകും. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രയൊക്കെ വരുമാനം നമുക്കുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ളൊരു ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, ഒരു ഉന്നമനം, പരിവർത്തനം ഉണ്ടാകുന്നില്ല. അതുപോലെ എന്തെല്ലാം ബിസിനസ് ചെയ്തിട്ടും അതൊരു ഘട്ടം എത്തുന്ന സമയത്ത് അത് പൊളിഞ്ഞു പോവുക. അതുപോലെ റിലേഷൻഷിപ്പുകൾ എത്രയെല്ലാം നല്ല വിധത്തിൽ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴേക്കും റിലേഷൻഷിപ്പുകൾ ബ്രേക്കായി പോവുക. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ഫേസ് ചെയ്യുന്ന ചില പാറ്റേണുകൾ ഉണ്ടാകും. റെഗുലറായിട്ട് സ്ഥിരമായിട്ട് നമ്മളിൽ വരുന്ന ചില പാറ്റേണുകൾ ഉണ്ടാകും. ഈ പാറ്റേണുകൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ നമ്മുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിലനിൽക്കുന്ന ചില വസ്തുതകൾക്ക് അല്ലെങ്കിൽ ചില ഡേറ്റകൾക്ക് അടിസ്ഥാനമായിട്ട് ഉള്ളതാണ്. അപ്പോൾ ആ ഡേറ്റകളെ കണ്ടെത്തി അതിൽ ചില തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്തുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിലേക്ക്, മാനസികമായിട്ടുള്ള പരിവർത്തനത്തിലേക്ക്, ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക്, അതുപോലെ തന്നെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുന്നതിലേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോലി, ഇതെല്ലാം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, വളരെ വിശദമായിട്ട് തന്നെ പ്രാക്ടിക്കൽ തലത്തിൽ നമുക്കതും അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന് ഹയർ കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഉയർന്ന ബോധതലങ്ങളുമായിട്ടുള്ള, പ്രാപഞ്ചിക ഊർജ്ജതലങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തെയാണ് ഹയർ കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയിട്ടുണ്ട്, ഹിപ്നോസിസ് എന്ന് പറയുന്നത് കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലേക്കും അൺകോൺഷ്യസിലേക്കും മാത്രമല്ല, അവിടെ നിന്ന് കോസ്മിക് കോൺഷ്യസിലേക്ക് കൂടി തുറക്കുന്ന കിളിവാതിലുകളാണ് അല്ലെങ്കിൽ താക്കോലുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രപഞ്ചബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകളെ നമുക്ക് ആർജിക്കാനുമെല്ലാം ഈ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മളെ സഹായിക്കും. നമ്മളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക്, ഒരുപാട് സംശയങ്ങൾക്ക്, ആശങ്കകൾക്ക്, ആകുലതകൾക്ക് ഒക്കെ ഉള്ള ഉത്തരങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കവിടെ കിട്ടും. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നിയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം അനുഭവങ്ങളിലൂടെ, അറിവുകളിലൂടെ കടന്നു പോകാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ വിധത്തിലുള്ള അറിവുകളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നിയോഗമുണ്ട് എങ്കിൽ, നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും മറ്റെന്തെല്ലാം തിരക്കുകളുണ്ട് എങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ 3 ദിവസത്തെ ട്രെയിനിങ്ങിന് ഉറപ്പായിട്ടും പങ്കെടുക്കുക. ശരിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം അനുഭവങ്ങളും അറിവുകളും ലഭിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ ഈ അറിവുകൾ, ഈ അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റെന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ 3 ദിവസം ഉറപ്പായിട്ടും ഒരുമിച്ചുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ, ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ ഈ കാണുന്ന 7510164997 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചേഴ്സ്, മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ഹാളിൽ നിന്ന് പരസ്പരം കാണാം.